ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള വടവാതൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മൾ ഇന്നൊരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോകുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, നമ്മുടെ യൂട്യൂബ് ചാനൽ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ നമ്മുടെ സ്വന്തം കോട്ടയം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു വില്ല പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. 750 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. അതിൻ്റെ ഗേറ്റ് കടന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വളരെ മനോഹരമായ ഒരു വില്ലയാണ്. നമ്മൾ വേറെ ഏതോ ഒരു സംസ്ഥാനത്ത് ചെന്ന പോലെ ഒരു ഫീലിംഗാണ് എനിക്കവിടെ ചെല്ലുമ്പോൾ തോന്നാറുള്ളത്. 5 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ചില ആൾക്കാരൊക്കെ കമൻറ്റ് കഴിഞ്ഞ ദിവസം ഇട്ടു, എന്തിനാണ് വലിച്ചു നീട്ടുന്നത്. അങ്ങനെ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ വരുമ്പോൾ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നും. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ സിറ്റൗട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു കോമൺ ബാത്റൂം, ഒരു സെർവൻ്റ് റൂം, അങ്ങനെ ഫുള്ള് 5 ബാത്റൂം ഈ ഒരു വീടിനുണ്ട്. നല്ല തേക്കിൻ്റെ തടി തീർത്ത ഒത്ത ഒരു ഫ്രണ്ട് വാതിൽ തന്നെ നമുക്ക് ഈ വീടിന് അതിൻ്റെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ ഡോറ് കയറി വരുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് അൺഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വില്ലയാണ്, പുതിയ വില്ലയാണ്. ഇതിൻ്റെ 2 വശത്തും ലിവിങ് റൂമിന് 2 വശത്തുള്ള ജനൽ വഴി ധാരാളം വെളിച്ചം നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പകലൊന്നും നമുക്ക് ആ ഒരു വില്ലയ്ക്കകത്ത് ഒരു റൂമിൽ പോലും വെട്ടമിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എങ്കിലും ഞാൻ 1-2 ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം പകൽ സമയത്ത് അവിടെ ആവശ്യമില്ല. അത്രമാത്രം നല്ല വെളിച്ചം കടന്നു വരുന്ന രീതിയിലുള്ള ജനലിനും വാതിലിനും ഒന്നും യാതൊരു പഞ്ഞവുമില്ല. എല്ലാ സൈഡിലും അത് 4 പാളികളുടെ ജനാലകളാണ് കൂടുതലും കാണുവാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കിച്ചണോട് ചേർന്ന് തന്നെ റൂം, താഴെ ഒരു ബെഡ്റൂമാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് കിച്ചണൊന്ന് കണ്ടു കഴിയാം. വുഡൻ ഡോറോട് കൂടിയ ഗ്ലാസ് ഇട്ട ഒരു ഡോറാണ് കിച്ചണ് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് ചെയ്യുവാൻ വേണ്ടി അത് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ അടുക്കള. നല്ല വിശാലമായ ഒരു അടുക്കളയും അതിൻ്റെ ചേർന്നുള്ള ഒരു വർക്ക് ഏരിയയുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അടുക്കളയുടെ ബാക്ക് വശത്തെ ഡോറാണ് ഞാൻ കാണിച്ചത്. അവിടുത്തെ ഡോറ് അതിപ്പോൾ നമ്മളിതാ വീണ്ടും ഇതിൻ്റെ ഡൈനിങ് ഹോളിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഒരു വിൻഡോ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. നേരെ കാണുന്നതാണ് ഒരു കോമൺ ബാത്റൂം. അതുപോലെ ഡൈനിങ്ങിൽ നമുക്ക് കൈ കഴുകാനായിട്ടുള്ള വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം. ഈ ഒരു ടോയ്ലറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഗസ്റ്റ് ടോയ്ലറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷവറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയില്ല. വാഷ് ബേസിനും ഒരു ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു ചെറിയ ടോയ്ലറ്റാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ആ ഡോറെല്ലാം വുഡ് ചെയ്തേക്കുന്ന ഡോറുകളാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വുഡാണ്. ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയാനായിട്ട്. വളരെ മനോഹരമായ വലിയ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. 3 പാളിയുടെ ഒരു ജനലും 1 പാളിയുടെ ഒരു ജനലും നൽകിയിട്ടുണ്ട്. നല്ല ഏകദേശം എനിക്കൊന്നൊരു 12-10 ഒരു ബെഡ്റൂം തന്നെയാണെന്ന്. അതിൽ കൂടുതലേ കാണത്തുള്ളൂ, കുറവ് ഒട്ടും തന്നെ കാണത്തില്ല. ഇതിനോട് ചേർന്ന് തന്നെ ബാത്റൂം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്ക് കബോർഡുകളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഇതിന് നന്നായി തന്നെ ലഭിക്കും. ഇതിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത് നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ്. ബാത്ത് ടബോട് കൂടിയുള്ള ഒരു ബാത്റൂം ഇതിന് നൽകിയിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നങ്ങളും നല്ല ഭംഗിയോട് തന്നെ ആ ഒരു ഏരിയ സൂക്ഷിച്ചിട്ടുണ്ട്. AC-യുടെ പോയിൻറ്റുകൾ, അതുപോലെ തന്നെ ഹീറ്റർ വെക്കാനുള്ള പോയിൻറ്റുകൾ ബാത്റൂമിൽ, ബെഡ്റൂമിൽ AC-യുടെ പോയിൻറ്റ്, ബെഡ് സ്വിച്ചുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റെയർ കേസ് കടന്ന് മുകളിലേക്കൊന്ന് പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു കയറി വരുന്ന ഐഡിയ വന്ന് കയറുമ്പം ലിവിങ് ഏരിയ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് സ്റ്റെയർ കേസ് കാണുന്നത്.
വലതുവശത്തായിട്ടാണ് സ്റ്റെയർ കേസ്. അത് കയറി വരുന്ന നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വന്ന് ചേരുന്നത്. പകൽ സമയത്ത് സ്റ്റെയർ കേസിലൊന്നും ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല, ധാരാളം വെളിച്ചം നമുക്ക് ആ ഏരിയയിൽ ലഭിക്കും. കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ടൊരു ബെഡ്റൂം, നേരെ ഒരു ബെഡ്റൂം, അത് കഴിഞ്ഞ് ഇടതുവശത്തായിട്ടാണ് ലിവിങ് റൂം കം ബാൽക്കണി. ഇവിടെ 3 പാളിയുടെ ജനലും ഒരു 4 പാളിയുടെ ജനലും കൊടുത്തേക്കുന്നുണ്ട്. കൂടാതെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു ജനലുണ്ട്. ഇത്രയും വന്നുകൊണ്ട് ഇവിടെ ധാരാളം വെളിച്ചം നമുക്ക് ലിവിങ് ഏരിയയിൽ. ഇവിടെ ലൈറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എത്രമാത്രം വെളിച്ചമാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് കയറി വന്ന് സ്റ്റെയർ കേസ് കയറി വരുമ്പോഴത്തെ ആ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറാം. നല്ല സ്ട്രോങ് ഡോറുകളും ജനലുകളും ഒക്കെയാണ്. ഈ ബെഡ്റൂമിന് 3 പാളിയുടെ ജനലും ഈ സൈഡിൽ ഒരു പാളിയുടെ ജനലുമാണ് കൊടുത്തിരിക്കുന്നത്, വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ബെഡൊക്കെ ഇടുന്നതിന് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ജനൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ബെഡ് സ്വിച്ച്, അതുപോലെ തന്നെ AC-യുടെ പോയിൻറ്റുകൾ, ബാത്റൂം. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയ ലഭിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ബെഡ്റൂമിൻ്റെ സൈസ് നിങ്ങൾ കാണുക. നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ്. ഈ ഇടതുവശത്തായിട്ടാണ് നമുക്ക് ഇത് വെക്കാനുള്ള ഓപ്ഷൻ നൽകിയേക്കുന്നത്. ബാത്റൂമിൻ്റെ ആ ഒരു വലിപ്പം കണ്ടല്ലോ. ഞാൻ ലൈറ്റ് മുകളിലത്തെ ഞാൻ ബാത്റൂമിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വെളിച്ചം കുറവായിട്ട് കാണിക്കുന്നത്. ഇവിടെ ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസിന്, ഷവർ, എല്ലാ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയിലോട്ട് ലൈറ്റ് കിടക്കുന്ന രീതിയിൽ അവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്കിനിയും 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഞാൻ പറഞ്ഞത് 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂം, അതോടെ തന്നെ ഇവിടുന്ന് നമുക്ക് ബാക്കിലേക്കുള്ള ഒരു ബാൽക്കണിയിലേക്ക് അല്ലെങ്കിൽ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാനുള്ള അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള ഒരു ഓപ്പൺ ടെറസ് എന്ന് പറയാനായിട്ട് ബാക്കിൽ അവിടുന്ന് നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് കയറാനുള്ള ഓപ്ഷനൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ്. ഇപ്പോൾ അതൊരു ഓപ്പൺ ടെറസായിട്ടാണ് കിടക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടല്ലോ. ആദ്യം നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ബെഡ്റൂമിനോട് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ബാത്റൂമുണ്ട്. ഇവിടെ നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ബാത്ത് ടബും അതുപോലെ തന്നെ വാഷ് ബേസിന്, ക്ലോസറ്റ്, ഷവറുകൾ എല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ് ഡോറും തുറന്നു നോക്കാം. പുറകോട്ടുള്ള അവിടെ ലോക്കൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് തുറക്കാനായിട്ട് ശകല സമയമെടുത്തു. ഓക്കെ, എനിവേ നമ്മളിതാ ഇവിടുത്തെ ബാക്കിലത്തെ ഓപ്പൺ ടെറസ് പറയത്തൊക്കെ അത്ര വലിയ ഒരു ടെറസൊന്നുമല്ല, ഓപ്പൺ ടെറസല്ല. എന്നാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബാൽക്കണി നല്ല വിശാലമായിട്ടാണ്. അവിടെയായിട്ടാണ് വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊരു ഗോവണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലോസ് ആക്കി നമുക്ക് വേണമെങ്കിൽ രീതിയിൽ ഉപയോഗിക്കാം. ബാക്കിൽ ഈ ഒരു സ്പേസാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പുറത്തൊരു വീടിൻ്റെ പണി പെൻഡിങ്ങിൽ നിൽക്കുന്നു. അത് അടുത്ത ഒരു പ്രോജക്റ്റായിട്ട് നിർത്തിയേക്കാണ്. മൊത്തത്തിലൊരു 19ഓളം വില്ലകൾ ഇതിനകത്ത് വരുന്നുണ്ട്, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ. അതിനകത്ത് ഏകദേശം 10 വില്ലയോളം ഇപ്പം 10-12 വില്ലയോളം ഇപ്പം പണി കഴിഞ്ഞ് ഹാൻഡ് ഓവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, കോൺക്രീറ്റിൻ്റെ മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത്, അതുകൊണ്ട് മുകളിലത്തെ റൂമിലൊന്നും യാതൊരുവിധ ചൂടോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത വർഷങ്ങളോട് അവിടെ കിടന്നോളും. കാരണം റൂഫ് ചെയ്തേക്കുന്നുണ്ട് വളരെ മനോഹരമായി തന്നെ. അത് ഈ കണ്ടംപററി വീട് ചെയ്തതിന് ശേഷം റൂഫ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരത്തെ തന്നെ ഇങ്ങനെ ചെരിച്ചുള്ള റൂഫാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഇവിടുത്തെ ആ ഒരു വലിപ്പം കണ്ടല്ലോ, ലിവിങ് ഏരിയയിൽ ഒരു ബെഡ്റൂമിന് വേണ്ടിയുള്ള വലിപ്പം തന്നെ ഇവിടെ തന്നെയുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം വലിയൊരു വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു ബെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ വല്ലപ്പോഴും വരുന്ന ഗസ്റ്റിനൊക്കെ വേണ്ടി ഒരു റൂം പണിത് വെറുതെ നമ്മുടെ പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം എന്തായാലും കോമൺ ബാത്റൂമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. ഞാൻ പറഞ്ഞല്ലോ, വേറൊരു വിദേശ രാജ്യത്ത് ചെന്ന പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന പോലെ ഒരു ഫീലിംഗാണ് എനിക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോൾ. എന്തൊരു മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ. വളരെ ഒരു അട്രാക്ഷനാണ് ഇവിടെ നോക്കുമ്പോൾ. നമുക്ക് ആ വീടിനെ സംബന്ധിച്ചോളം നമുക്ക് മനോഹരമായൊരു കാഴ്ചയാണ്. നല്ല വിശാലമായ റോഡാണ് നമ്മുടെ ഫ്രണ്ട്. അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഉണ്ട്. ഇതിന്
ഒരു 2 വണ്ടി സുഖമായിട്ട് കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു മെയിൻ റോഡ് തന്നെ നമുക്ക് നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ മുൻവശത്തായിട്ട് തന്നെ ഏകദേശം 5-6 വില്ലകൾ നമുക്ക് പണി പൂർത്തീകരിച്ച് താമസമായിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഇടത്തോട്ട് കാണുന്ന ആ ഒരു ഏരിയ ആണ് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വില്ല പർച്ചേസ് ചെയ്യാൻ, കാരണം നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു വില്ല തന്നെയാണ്. കോട്ടയമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു 5 കിലോമീറ്റർ മാത്രമേ കോട്ടയം ടൗണുമായിട്ടുള്ള ദൂരമുള്ളൂ. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു വില്ലയാണ്. നിങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും, അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇതിന് കോമൺ ആയിട്ടൊരു 2 വാട്ടർ സോഴ്സാണ് നൽകിയേക്കുന്നത്. കൂടാതെ പൈപ്പ് ലൈനുകളും എല്ലാം തന്നെയുണ്ട്. വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയുവാനായിട്ട് ഇവിടെ വന്ന് ഇത് കാണുവാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നമുക്ക് വീടിൻ്റെ മുൻപിലായിട്ടുള്ളൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ വന്ന് സ്റ്റോർ ആയ ശേഷമാണ് നമുക്ക് നമ്മുടെ സ്റ്റോറേജിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നത്. ഇത് നിങ്ങൾക്ക് 360 ദിവസവും ഇതിൽ വെള്ളം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾ കണ്ടു. ബാക്കിലത്തെ സൈഡ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് വന്ന് നേരിട്ട് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ഒരു റോഡാണ് നമുക്ക് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാനുള്ളൊരു ആക്സസ്. നമുക്കത് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് റോഡിലേക്ക് നമ്മൾ ഇറങ്ങിയാണ്. ഇവിടുന്ന് പഞ്ചായത്ത് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്തത് നമുക്ക് ഹൈവേയിലേക്കാണ്. ഹൈവേയിലോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 750 മീറ്റർ മാത്രമാണ് നമുക്ക് ഹൈവേയിൽ നിന്നുള്ള ദൂരം. കോട്ടയം കുമളി റോഡാണ്. മാധവമ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് നമുക്ക് തൊട്ടടുത്തായിട്ടുള്ളത്. മണർകാട് മറ്റ് കവലകളെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. വടവാതൂര്, മണർകാട്, പുതുപ്പള്ളി, അങ്ങനെ മെയിൻ പ്രധാന 3 ടൗണുകളുടെ മധ്യത്തിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വടവാതൂര്, മണർകാട്, പുതുപ്പള്ളി. ഓക്കെ, ഇത് തൊട്ടടുത്തായിട്ട് വരുന്ന സ്ഥാപനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയമുണ്ട്, നവോദയമുണ്ട്, റബ്ബർ ബോർഡുണ്ട്, പിന്നെ MRF എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒരു 3-5 കിലോമീറ്റർ മാറിയാണ്. ഹോസ്പിറ്റലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫാസ്റ്റ്, അതുപോലെ തന്നെ ബേസ് ഹോസ്പിറ്റൽ, പിന്നെ 7th ഡേ സ്കൂളുണ്ട്, അതുപോലെ ഒട്ടനവധി ദേവാലയങ്ങളും മറ്റും എല്ലാം തന്നെയുണ്ട്. കാത്തലിക്സിൻ്റെ ആണെങ്കിലും അതുപോലെ ഓർത്തഡോക്സിൻ്റെ ആണ്, യാക്കോ പള്ളികളുടെ ആണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.